ഞാനിന്ന് പറയാൻ പോകുന്നൊരു സ്റ്റോറിയല്ല, നടന്ന കാര്യം തന്നെയാണ്. കേരളത്തിന് വെളിയിലുള്ള ഒരാളാണ്. ആളുടെ പേരൊന്നും ഞാൻ പറയണില്ല, സ്ഥലവും പറയണില്ല. കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവരെ പറ്റിയാണ്. അപ്പോൾ വെളിയിലുള്ള ആൾ, അദ്ദേഹം കുറച്ച് ആത്മീയവാദികളൊക്കെ ശക്തമായ രീതിയിൽ സഞ്ചരിക്കുന്ന ആളുമാണ്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട്, അതായത് എനിക്ക് തോന്നുന്നത് ഒരു 5 വർഷങ്ങളായിട്ടുണ്ടാവും. 5 വർഷമായിട്ട് ഇയാൾ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഉള്ള ആളുകളൊക്കെ ആയിട്ട് കണക്റ്റഡാണ്. പല പല വ്യക്തികൾ, ആത്മീയമായ വാതിൽ സഞ്ചരിക്കുന്ന ആളുകൾ, ഗുരുക്കന്മാർ, അങ്ങനെയുള്ള പല ആൾക്കാരുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് നമുക്ക് ഇന്ന ആളെന്ന് പറയാനില്ല. അപ്പം അതിനകത്ത് ചില ആൾക്കാർ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ചില വ്യക്തികൾ ഇവരുമായിട്ട് കൂടുതൽ കണക്റ്റഡായിരുന്നു. എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇവർക്ക് എപ്പോഴും ഈ നെഗറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കും, ബാധകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർ അത് പ്രശ്നം നോക്കുമ്പോൾ ഇവരുടെ ഭർത്താവിൻ്റെ അമ്മയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടെത്തി. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണ്, ഈ ഭർത്താവിൻ്റെ അമ്മ എപ്പോഴും ഇതുപോലുള്ള ജ്യോത്സ്യന്മാരുടെ അടുത്തും അതുപോലുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ആയിട്ട് സ്ഥല അമ്പലങ്ങളിലും അവിടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് പല പല പൂജകളും കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. അതിൽ നല്ലത് ചീത്തയൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. ഞാനങ്ങനെ ഒരാളെയും മോശക്കാരായിട്ട് പറയുന്നില്ല കേട്ടോ, ഞാൻ ജനറലായിട്ട് പറഞ്ഞു പോയാണ്. പക്ഷേ അയാൾക്ക് ഈ കക്ഷിക്ക് പറ്റിയ ഒരു അബദ്ധത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു കർമ്മം ചെയ്യുന്ന ആളോട് ഇതിനെപ്പറ്റി പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എൻ്റെ അമ്മായിയമ്മ എനിക്കായിട്ട് ഒരുപാട് മാന്ത്രിക കർമ്മങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അതിനെന്താണ്, നമുക്ക് നിസ്സാരമായിട്ട് മാറ്റാന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ആ ഒരു കർമ്മം ചെയ്ത് കൊടുത്തപ്പോൾ അത് മാറി, കുഴപ്പമൊന്നുമില്ല, ഓക്കെ. അപ്പോൾ ഇവർക്ക് വിശ്വാസമായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നെഗറ്റീവ് എനർജി വരുന്നുണ്ട് ഇവരുടെ ശരീരത്തിൽ. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഒരാളായിട്ടല്ല, പല വ്യക്തികളുമായിട്ട് സംഭാഷണം ചെയ്യുകയും കണക്ട് ചെയ്യുകയും പലരെ സഹായിക്കുകയും ചെയ്യുന്ന ആളാണ് കേട്ടോ. അതാ രസം, പലരും സഹായിക്കുന്ന ആൾ കൂടിയാണ്, നല്ല മനസ്സുള്ള ആളാണ്, നല്ല മനസ്സിൻ്റെ ഉടമയും കൂടിയാണ്. പക്ഷേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ബേസ് വേണം. അതായത് നമുക്ക് ഇങ്ങനെ എനർജി വന്നു കഴിഞ്ഞാൽ, പൊതുവേ ഇപ്പം ഞാനായാൽ പോലും ഈ എനർജി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ 2 ദിവസമെങ്കിലും നമ്മൾ ഇരിക്കേണ്ട വരും. കാരണം ഈ എനർജിയുടെ കളികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ തീരെ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ വീഴും, അല്ലേ? നമ്മളിരിക്കുമ്പോൾ അയാൾ വീഴും, അതേപോലെ. അപ്പോൾ ഇയാൾ പല പ്രാവശ്യം ഇങ്ങനെ ഇത് വരുമ്പോഴേക്കും ഇതേ എടുക്കണം. അയാൾക്ക് അസുഖങ്ങളായി, പ്രശ്നങ്ങളായി, ഉടനെ തന്നെ മറ്റൊരാളെ വിളിക്കും, ഇതേ സംഗതി വീണ്ടും വന്നിട്ടുണ്ട്, അതിനെന്താ പൈസ അയച്ചോളൂ, ഇപ്പം തന്നെ മാറ്റിത്തരാം, മാറ്റിക്കൊടുക്കും. അതങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ എനർജി വരാതെ ആയി കഴിഞ്ഞപ്പോൾ ഈ കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് ഇതെല്ലാ മാസവും നല്ലൊരു എമൗണ്ടാണ് കിട്ടുന്നത്. വിദേശത്തിനാണുള്ള പൈസ വരുന്നത്. അപ്പോൾ അവർ നല്ലൊരു എമൗണ്ട് അയക്കും. ഇയാൾ നോക്കുമ്പോൾ എന്താണ്, ഇവർ വിളിക്കുന്നില്ല. പുള്ളി എന്ത് ചെയ്തെന്നറിയോ, പുള്ളി ഒരു കർമ്മം അങ്ങോട്ട് ചെയ്ത് കൊടുത്തു, ഒരു നെഗറ്റീവ് എനർജി അങ്ങോട്ട് പറഞ്ഞയച്ചു അവരുടെ അടുത്തോട്ട്. പിറ്റേ ദിവസം തന്നെ വെളി വന്നു, അയ്യോ എനിക്കിതായാലും വീണ്ടും നെഗറ്റീവ് എനർജി എൻ്റെ അമ്മായിയമ്മ അയച്ചതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ശരിയാണ്, അമ്മായിയമ്മ അത് കുറേ നാളായിട്ട് വിശ്രമത്തിലായിരുന്നു, ഇപ്പോൾ രണ്ടാമത് ഇറങ്ങിയേക്കണം അമ്മായിയമ്മ. അപ്പോൾ അയാൾ പിറ്റേ ദിവസം അത് അയാൾ ചെയ്തത് അയാൾ തന്നെ മാറ്റി കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ എന്താണ്, ഈ അമ്മായിയമ്മ പണി നിർത്തി, ഇപ്പോൾ പണിയണത് ഇയാളാണ്. അയാൾ ഇതിങ്ങനെ എനർജിനെ വിട്ടുകൊണ്ടിരിക്കും, ഇയാൾ തന്നെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അയാൾക്ക് കാശിന് ആവശ്യമുള്ള സമയത്ത് അയാൾ അപ്പം എനർജിനെ അയക്കും. അപ്പോൾ അതിനെ അയക്കുന്നു, പിറ്റേ ദിവസം തന്നെ കാശ് വരുന്നു അക്കൗണ്ടിൽ. എത്ര സുഖമുള്ള പരിപാടിയാണ് ഉണ്ടാ ഇത്. ഈ ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഈ ക്ലയൻറ്റിനോട് ഈ കാര്യം പയ്യെ സൂചിപ്പിച്ചു, ഇങ്ങനൊരു കാര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഞാൻ അവതരിപ്പിച്ചത്. അയാൾക്കത് മനസ്സിലായി എന്നുള്ള എനിക്ക് എൻ്റെ വിശ്വാസം. പക്ഷേ അയാൾക്ക് പേടി എന്താണ്, ഈ അയാളെ അടുത്ത് ചെല്ലാണ്ടിരുന്നാൽ അയാൾ വീണ്ടും ഉപദ്രവിക്കൂലേ, ഈ മാന്ത്രികർമ്മം ചെയ്യൂലേ, പേടി. അപ്പോൾ വീണ്ടും അയാളത്ത് വീണ്ടും പോകുന്നു. കണ്ടാ, ഏതാണ്ട് മയക്കുമരുന്ന് കഴിച്ച അവസ്ഥ അതാണ്. അപ്പോൾ നമ്മൾ ദേവിനെയോ അല്ലെങ്കിൽ കൃഷ്ണനെയോ അല്ലെങ്കിൽ ശിവനെയോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കാരണം അവിടെയൊക്കെ പൂജകൾ ചെയ്യുന്നുണ്ട്. അത് കൂടാതെയാണ് ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതുപോലുള്ള ആൾക്കാരെയാണെന്നുള്ളതാണ് വാസ്തവം, അല്ലേ? ഇതൊരു അനുഭവ കഥയാണ്. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ പാഠങ്ങളുണ്ട്. നിങ്ങൾ അതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി. നിങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് നമ്മളിൽ വിശ്വസിക്കുക. അത് നമ്മുടെ ഉള്ളിൽ പവർ ഇരിക്കുന്നുണ്ട്, ഒരു ശക്തി ഇരിക്കുന്നുണ്ട്.
ഈ പ്രപഞ്ചമാണ് ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ. അതിൽ വിശ്വസിക്കുക ആദ്യം. നിങ്ങൾക്ക് സഹായം തേടേണ്ട വരും ചിലപ്പോൾ. ഇപ്പോൾ എനിക്കാണെങ്കിൽ ചിലപ്പോൾ സഹായം തേടേണ്ടി വരും കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയാം. നമുക്ക് ഒരു തിരമാല ഒന്ന് അടിച്ചിട്ട് ഞാൻ വീണു പോകും. അപ്പോൾ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആൾ വേണ്ടി വരും. എൻ്റെ കൂടെ ദേവി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു സംശയവും വേണ്ട, വേണ്ടി വരും. അതെനിക്ക് അഹങ്കാരമില്ല അതിനെപ്പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇത്ര പച്ചയായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരാൾ വേണ്ടി വരും. പക്ഷേ ആ ആളെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിരിക്കണം. തികച്ചും സ്വാത്വികനായ ഒരാളുടെ അടുത്താണ് നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയും സ്വാത്വികന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ വൈകും, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല, ഈ കാലത്തിൽ അതുപോലുള്ള ആൾക്കാരടുത്താണ് പോകേണ്ടതെന്ന് പറയും. പക്ഷേ നിങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, അതേപോലെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, നിങ്ങൾക്ക് പലതും അറിയില്ല. പല ക്ഷേത്രങ്ങളിലും ചിലപ്പോൾ ഒരു നാളികേരം മേടിച്ച് നിങ്ങൾ തലക്കിങ്ങനെ ഒഴിഞ്ഞിട്ട് ഉടച്ചാൽ ഒരു നാളികേരം മുട്ട് ഇറക്കിയാൽ പോകുന്നൊരു സാധനം ഉണ്ടാവുള്ളൂ. അതിനാണ് നിങ്ങൾ പോയിട്ട് ഒരാളുടെ പോയിട്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള പരിപാടികൾ ചെയ്യുന്നത്. ഹീലിംഗ് ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം വരത്തില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മുടെ ഈ ക്ഷേത്ര സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അതിൽ നിങ്ങൾ പോയി നോക്കാം. പക്ഷേ നിങ്ങൾ പോകുന്ന കറക്റ്റ് സ്ഥലത്തായിരിക്കണം. എവിടെയാണ് പോകേണ്ടത് അവിടെയാണ് പോകണം. ഇപ്പോൾ ശൈവബാധ അല്ലെങ്കിൽ വൈഷ്ണവബാധ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ശൈവബാധയാണ് നിങ്ങളെ പിടികൂടിയേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശൈവ സംബന്ധമായ ക്ഷേത്രങ്ങളാണ് പോകേണ്ടത്. വൈഷ്ണവബാധയാണെങ്കിലോ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോകണം. അത്രയേ ഉള്ളൂ അതിനകത്തുള്ള കാര്യം. ഇപ്പം ഞാൻ പറയാറില്ലേ, സുദർശന മന്ത്രവും അഘോരമന്ത്രവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് അഘോരമന്ത്ര പുഷ്പാഞ്ജലി ഉണ്ട്, 40 രൂപ ഉള്ളൂ. ഇത് ചെയ്യിപ്പിച്ച് നോക്കാം. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം, അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോവാം. സുദർശന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുദർശന ഹോമം കഴിപ്പിക്കാം, അതിന് 40 രൂപ ഉള്ളൂ. അല്ലെങ്കിൽ സുദർശന മന്ത്രം എന്നാണ് പറയാം. സുദർശന മന്ത്ര പുഷ്പാഞ്ജലി അതൊക്കെ അങ്ങനെയാണ്. സുദർശന ഹോമം അല്ല കേട്ടോ, സോറി. സുദർശന ചെയ്യിപ്പിക്കുക, സുദർശന മന്ത്രം നിങ്ങൾ ജപിക്കുക. സുദർശന മന്ത്രം അഘോരമന്ത്രം അവിടെ പോയിട്ട് അവിടെ നിന്ന് ജപിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ പവറിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളിലുള്ള പവർ വിശ്വസിക്കാതെ നിങ്ങൾ മറ്റുള്ളവൻ്റെ പുറകെ പോകുന്ന പരിപാടികൾ നിങ്ങൾ അവസാനിപ്പിക്കുക. അപ്പോൾ ഇത്തരം ആളുകൾ തനിയെ പൊയ്ക്കോളൂ. പറഞ്ഞു അവർക്ക് പണിയിലുണ്ടാകുമ്പോൾ അവർ പൊയ്ക്കോളും. ബാക്കി പറഞ്ഞതാണ്. ഞാൻ ഈ ഇത്രയും വിഷയങ്ങൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ പച്ചയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പരസ്യമായിട്ട് പറയണമെന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ കാണുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. നിങ്ങൾ സ്വയം വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി ഉണരട്ടെ. ആ ശക്തിനെ നിങ്ങൾ ഉണർത്തിക്കൊണ്ടുവരിക. അതിൻ്റെ മുകളിൽ ഒന്നും ഇത് പോവില്ല. ബാക്കി ഏത് നെഗറ്റീവ് അറിഞ്ഞാണെങ്കിലും അതിനെ കീഴുന്നോളൂ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ക്ഷമിക്കുക. ഒരു 3-4 ദിവസം നിങ്ങൾ ക്ഷമിച്ചിരിക്കുക, അനങ്ങാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. നിങ്ങൾ ഈ ക്രിയകൾ ചെയ്യുക. അത് പയ്യെ വിട്ടുപോയിക്കോളും. സമയം കൊടുക്കണം. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹീലിങ്ങിന് ഒരു സമയം വേണം. അപ്പോൾ ഇന്ന് നമ്മൾ ഹീലിംഗ് ചെയ്തു, സെൽഫ് ഹീലിംഗ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്നൊരു ഹീലിംഗ് ചെയ്തു. ഇന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണത്. അതിനൊരു സമയമുണ്ട്. ഒരു ഹീലിംഗ് എപ്പോഴും സംഭവിക്കുന്നത് 21 ഡേയ്സ് ആണ്. 21 ഡേയ്സ് to 41 ഡേയ്സ് ആണ്. അതിന് കണക്കുണ്ട്, അതിനൊരു ശാസ്ത്രം ഉണ്ട് അതിന്. ഈ 21 ഡേയ്സ് എന്നുള്ള കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ചക്ര ശുദ്ധീകരിക്കാനായിട്ട് 3 ഡേയ്സ് ആണ്, 3 ദിവസം വേണം. 3 × 7 7 ചക്രാസാണ് നമ്മളിലുള്ളത്. മെയിനായിട്ട് 7 ചക്രങ്ങളാണ്. 3 × 7 അപ്പോൾ 21 ആയി. ആ 21 ഡേയ്സ് മിനിമം നമ്മൾ എടുക്കും നമ്മളുടെ ബോഡി ശുദ്ധീകരണം വരാനായിട്ട്. 41 ഡേയ്സ് ആകുമ്പോൾ വീണ്ടും അടുത്ത ഒരു ക്ലിയറിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾ സൂര്യൻ്റെ പോലെ, കാണുന്ന സൂര്യൻ്റെ പോലെ വെട്ടിത്തിറങ്ങും. കാരണം ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്നുള്ളൂ, പക്ഷേ എല്ലാവർക്കും ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല, അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വരുന്നത്. ഞാനിതിപ്പോൾ എനിക്ക് ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്നും എനിക്ക് അങ്ങനെ താല്പര്യമുള്ള ആളല്ല. അത് എൻ്റെ അറിയുന്നവർക്ക് അറിയാം ഞാൻ അങ്ങനത്തെ ആളാണെന്നുള്ളത്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റണ കാര്യങ്ങൾ, എന്നെക്കൊണ്ട് അറിവുള്ള അല്ലെങ്കിൽ എൻ്റെ കഴിവിന് ഉള്ളിൽ നിൽക്കുന്നതായ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഹീലിംഗ് ചെയ്തു പോയിരുന്ന ആളുകൾക്ക് ഒരു 2-3 മാസം കഴിയുമ്പോഴൊക്കെ അവർ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, വീഡിയോ കോളൊക്കെ വിളിക്കുന്ന സമയത്ത് ചില വീഡിയോ കോളൊക്കെ വിളിക്കാറുണ്ട് ചില ആൾക്കാർ. അപ്പോഴൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ വ്യത്യാസം തോന്നാറുണ്ട്. അവരുടെ ഫേസ് തന്നെ മാറിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഗ്ലോ വരും. ഞാൻ നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഈ കവളത്ത് ഭയങ്കരമായ ഒരു പ്രകാശം, കണ്ണുകളിൽ ഭയങ്കര തെളിച്ചം, ഇത് രണ്ടും ഉണ്ടാവാറുണ്ട്. അത് ഹീലിംഗ് ചെയ്തു പോയെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും, ഉറപ്പായിരിക്കും. നമ്മുടെ ഹീലിംഗ് ചെയ്തേക്കുന്നതിൽ പറയാൻ പറ്റും. കാരണം നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധീകരണ പ്രക്രിയയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ക്ലെൻസിങ് ആണ്, ശുദ്ധീകരണമാണ്. വേറെ ആരാണ്ട് വേറെ ഒന്നുമില്ല. അത് ഒരു ശുദ്ധീകരണം നടത്തി നിങ്ങളാക്കി തരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളതിനകത്തൊരു ചാർജിങ് ചെയ്യുന്ന പരിപാടിയുണ്ട്, അത് ചെയ്യുന്നു. ലാസ്റ്റ് ഒരു ചാർജ് കയറ്റുന്ന പരിപാടിയുണ്ട്.
അത് ആവശ്യമുള്ളതൊക്കെ ചെയ്യാറുള്ളൂ. ചാർജ് കുറച്ചുള്ളവർക്കാണെങ്കിൽ ഒന്ന് കയറ്റി കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പിടിച്ച് കയറി മുകളിലോട്ട് പോകാൻ പറ്റും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.